ഇപ്പം മയ്യത്തേടയില്ലേ? ഇപ്പം മയ്യത്തേടെത്തിയേ? കുളിമുറിയിലെത്തിയില്ലേ? അള്ളാഹിൻ്റെ പഠിച്ചാണ്. കുളിമുറി നോക്കുമ്പോൾ കുളിമുറീൻ്റെ മൂലക്ക് ഒരു ക്ലോസറ്റ്, കുളിമുറീൻ്റെ മൂലക്ക് ഒരു ക്ലോസറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുളിപ്പിക്കാൻ പറ്റുമോ? വെള്ളം കൊടുക്കുന്ന ചായ കൊടുക്കാനായാ? ചായ വയ്യ, ചായ കൊടുക്കാനാകുമ്പോൾ പറയണേ കൊടുക്കല്ലേ, കാരണം ആദ്യം ചായ കൊടുക്കണം, അല്ലെങ്കിൽ കുഴപ്പ. അപ്പോൾ റെഡിറ്റേ അപ്പം ഈ കുളിമുറിയിൽ നോക്കുമ്പോൾ കുളിമുറിയിലെ മൂലൊക്കെ ഉണ്ട് ഒരു ക്ലോസറ്റ്. അത് ഇന്ത്യൻ ക്ലോസറ്റ് ആവട്ടെ യൂറോപ്യൻ ക്ലോസറ്റ് ആവട്ടെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിപ്പിക്കാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുളിക്കാൻ പറ്റുമോ? മെയ്യത്തിനല്ല, നമുക്ക് കുളിക്കാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് കുളിക്കാം, മെയ്യത്ത് കുളിപ്പിച്ചൂടാ അല്ലേ? അങ്ങനെ ഉണ്ടോ? എന്താ അങ്ങനെ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവിടുന്ന് മെയ്യത്ത് കുളിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ആ വെള്ളം കക്കൂസിൻ്റെ ടാങ്കിലേക്ക് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിലേക്ക് പോവാതിരിക്കലാണ് നല്ലത് എന്ന് കാണാം. ഇനി അങ്ങനെ സൗകര്യമുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊത്തി വെക്കാൻ പറ്റുമോ? പൊത്തി വെച്ചോ. ഇനി അത് അവിടെ ഉണ്ടെന്ന് കൊണ്ട് കുളിപ്പിക്കാണ്ടിരിക്കൊന്നും വേണ്ട. ചില സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്നുണ്ട് ആ വെള്ളം നേരെ തെങ്ങിലേക്ക് പോകുന്നുണ്ടാകുക. മെയ്ത്ത് കുളിപ്പിക്കാൻ വേണ്ടി മുമ്പ് എടുത്തിട്ട് വേറൊരു കുഴി വെച്ചിട്ട് അതിലേക്ക് ആക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. തെങ്ങിലേക്ക് പോയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ് പ്രശ്നം എന്നറിയോ? അത് നേരെ തെങ്ങിലേക്ക് പോകുമ്പോൾ ഓപ്പണായിട്ട് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന് മലോ മൂത്രോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചില ആൾ കാണും. അതുകൊണ്ടാണെങ്കിൽ എന്താക്കാം, ഒരു ചെറിയ കുഴി വെച്ചിട്ട് അതിലേക്ക് ആക്കിയിട്ട് പൊത്തി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം തരും. അതല്ലാതെ അതിലേക്ക് പോകുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ മെയ്യത്ത് എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് എന്ത് വേണം? മെയ്യത്തിനെ ക്ലീൻ ചെയ്യാനുള്ള തുണി വേണം അല്ലേ? ക്ലീൻ ചെയ്യാനുള്ള തുണി നമ്മൾ ഈ മുകളിലിട്ട് ആ തുണി തന്നെ മതി. അതിനെടുത്തിട്ട് എന്താക്കാം, നമ്മളിത് വേഗം എടുത്തിട്ട് ആദ്യം മാറ്റരുത്. ആ ഫാൻ ഓഫാക്കണം പോലും, മെയ്യത്തിന് തണുക്കുന്ന പോലും. നമ്മളെന്താക്കി ഈ തുണി മുറിക്കുന്ന സമയത്ത് നമ്മളിതെടുത്ത് മാറ്റിയതിന് ശേഷമല്ല മെയ്യത്തിൻ്റെ അരയിൽ തുവർത്തിടേണ്ടത് കേട്ടോ. ആദ്യം എന്താക്കുക, ഒരു തോർത്തി ഇവിടെ ഇട്ട് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ തുണി മാറ്റേണ്ടത്. മെയ്യത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റാനുള്ളത് അഴിച്ചുമാക്കുക. അതിന് മുമ്പായിട്ട് എന്താക്കണം, നമ്മൾ ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇല്ലേ? ഗ്ലൗസ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ തന്നെ തുണിയുണ്ടല്ലോ, ആ തുണി എടുത്തിട്ട് എന്താക്കുക, മെയ്യത്തിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി വേണം നമുക്ക് കുറച്ച്. അതെന്താക്കി ഇതിൻ്റെ മുകളിലുള്ള തുണിയെ എന്താക്കുക, ഒരു 3 or 4 പീസ്. എത്ര പീസാണ് ഇസ്മായിലജി? 4 മതിയാ? നിങ്ങളാന്നല്ല കുളിപ്പിക്കുന്നതാണ്, നമ്മളല്ല. ഒന്ന് കാണിച്ചു കൊടുത്താൽ ശ്രദ്ധിക്കാം. ഏകദേശം ആ വീതിയുള്ള ഒരു 3 or 4 തുണി എന്താക്കാം, മുറിച്ചെടുക്കാം. 4 പോരെ അല്ലേ? 4 പോരെ? ഒരു 4 തുണി അത് റെഡിയായി. ഇതെല്ലാം ആകെ പൊടി മാറി. അപ്പോൾ തുണിയെല്ലാം മുറിച്ച് റെഡിയാക്കി. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നഗ്നമായ കരങ്ങൾ കൊണ്ട് മെയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗത്തിലൊക്കെ തൊടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഹറാമാണ്. മെയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുക, വെറുതെ മെയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് സ്പർശിക്കുക. പ്രത്യേകിച്ച് നഗ്നമായ കരങ്ങൾ കൊണ്ട് ചെയ്യരുത്. ഒന്നുകിൽ ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ തുണി ചുറ്റുക. തുണി ചുറ്റിയാൽ നമുക്ക് ഇസ്കാലാവും, അതുകൊണ്ട് ഗ്ലൗസാണ് നല്ലത്. പിന്നെ നമ്മളിങ്ങനെ തോർത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ഇതുപോലത്തെ തോർത്ത്. ഈ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വെളുത്തോണ്ടിരിക്കും. ഇസ്മായിൽ ഇങ്ങോട്ട് വാ. വെളുത്ത കാണൂല. ഇയാളെ കാണുന്നുണ്ടോ? നിങ്ങളുടെ സ്നേഹം ഉണ്ട് കേട്ടോ. കാണുന്നില്ല അല്ലേ? ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ കാണോ? കാണൂലേ? വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചാലോ എന്നെ എന്താ കാണാം? ഔറത്ത് കാണൂലേ? നിങ്ങൾ ഈ തോർത്തല്ലേ ഉപയോഗിക്കല്? നിങ്ങൾ വെള്ള തോർത്തല്ലേ ഉപയോഗിക്കല്? ഇപ്പോൾ പറ്റോ? ഹറാമാണ്. ഇനി എന്താക്കരുത്, ഇതുപോലത്തെ വെള്ള തോർത്ത് നിങ്ങൾ മെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മെയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗത്ത് വെക്കാൻ ഉപയോഗിക്കരുത്. ഇതിനുള്ളിലേക്കൂടെ ഒളിഞ്ഞ് കാണും, അതുകൊണ്ട് ഇത് പറ്റൂല. ഒന്നുകിൽ എന്താക്കുക, ഇതുപോലെ പച്ചയോ ചുവപ്പോ നീലോ മഞ്ഞയോ ഏതെങ്കിലും ഒരു തുണി ഉപയോഗിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ല കള്ളിത്തുണി പുള്ളിത്തുണിയിൽ ഉണ്ടാവില്ലേ, അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്താക്കാം, മടക്കിയിട്ട് ഉപയോഗിക്കാം. അല്ലാ, അത് പുതിയതല്ലല്ലോ, പഴയതല്ലേ. ഇപ്പോൾ പറ്റോ? പഴയ തോർത്ത് ഇപ്പോൾ കുളിമുറിയിൽ ഒരു തോർത്തുണ്ടാവും, അത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയും ചില. ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു അതായത് ഔറത്ത് കാണാത്ത വിധത്തിലുള്ള ഒരു തോർത്ത് അവിടെ വെക്കുക. റെഡിയായി. അതും വെച്ച് ഗ്ലൗസൊക്കെ ഇട്ട് കുറച്ച് തല ഒന്ന് പൊന്തിച്ചോ. ഇത് വേറെ തോർത്തൊക്കെ, ഇത് മുഖം തോർത്തൊന്നല്ലേ, പൊന്തിക്കും. ഇങ്ങനെ പുറങ്ങാങ്കില്ലേ ആവൂല. ഇനി മെയ്യത്തിനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി പോയാണ്. നമ്മൾ സാധാരണ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടി നമ്മൾ കുളിക്കണം, ഫറലായ കുളിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച അവിടെ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ എണീച്ച അവിടെ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താ?
പല്ലിയേക്കല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വുളു കൊടുക്കുക, പിന്നെ കുളിക്കുക. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ കടയിൽ പോയിട്ടായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം മലമൂത്ര വിസർജനം ചെയ്യല്ലേ ചെയ്യുക അല്ലേ? ഇവിടെ മാറ്റം ഉണ്ടങ്ങനെ ഉണ്ടോ സാർ? ഇല്ല. അതിനുശേഷം എന്ത് ചെയ്യുക? മിസ്വാക്ക് ചെയ്യുക, പിന്നെ വുളു ചെയ്യുക, പിന്നെ കുളിക്കുക. ഇതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. ഇതന്നെയാണ് നമ്മൾ എന്താക്കുന്നത്? മെയ്യത്തിനും ചെയ്യാം. ഇതന്നെയാണ് മെയ്യത്തിനും ചെയ്യേണ്ടത്. നമ്മൾ ആരെങ്കിലും ബാത്റൂം രാവിലെ എണീച്ച പാട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ബാത്റൂം പോയി അങ്ങനെയാണോ ചെയ്യുക? അല്ല. ചില സ്ഥലത്ത് കാണാം മെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക, എന്നിട്ടാണ് അടുത്ത പണി കൊടുക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ജീവിതകാലത്ത് ആദ്യം എന്താണോ ചെയ്യുക അതുപോലെ തന്നെ ആദ്യം എന്താക്കൽ? മലമൂത്ര വിസർജനം ചെയ്യൂലേ? അയ്യോ, അതിന് പാട്ടിയില്ലേ മെയ്യത്തിൻ്റെ ഫോണ്? ആ, അതെല്ലാം ആദ്യം എടുക്കേണ്ട ആൾ എടുത്തിട്ട് നല്ല വലിയ പാട്ടയിലല്ലേ? ആ, കുളിപ്പുണ്ടാവുള്ളോ? ആ, നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം മെയ്യത്തിൻ്റെ ആ ഭാഗത്ത് കാണാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കുറച്ച് ഇങ്ങോട്ട് ചിരിച്ചേ. സ്ക്രീനിൽ നോക്കിയാൽ കാണുമോ? കുറച്ച് ഇങ്ങോട്ട് ചിരിക്കണം, തെക്കോട്ടേക്ക്. ആ, കുറച്ച് ഇങ്ങോട്ടേക്കോ. അപ്പോൾ അടുത്ത് കാണും, കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി ആയിവാ. നമ്മളെന്താക്കാം? മെയ്യത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളയിക്കാം, കുറച്ചിങ്ങനെ വെള്ളയിക്കാം. കുളിക്കുന്നുണ്ടാ? തണുക്കുന്നുണ്ടോ? നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? നീ എന്നെ പറഞ്ഞ ചൂടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല മെയ്യത്തിന്. ഇതെല്ലാം പോകുമ്പം കിട്ടുമോ എനിക്ക്? അങ്ങനെ എന്താക്കാം? നമ്മളെന്താക്കാം? മെയ്യത്തിൻ്റെ ഇതിങ്ങനെ തടവുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ എത്ര ആൾക്ക് സ്വന്തമായിട്ടും ബാത്റൂമിൽ ഇരിക്കാൻ അറിയാം? ഇസ്മായിൽ ജിങ്ങ ബാത്റൂമിൽ എങ്ങനെ ഇരിക്കണം ഒന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങളിപ്പോൾ ഇറക്കിന്നിരിക്കും പോലെയാണ്. ഞാനിത് പറയുന്നത് തമാശക്കല്ല, ആവശ്യത്തിനാണ് കേട്ടോ. ശരിക്കും നോക്കുക. നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഇറക്കിയിരിക്കൽ അതുപോലെ. ഫോണും വേണം. താഴ്ന്നും മുകളിലും പരിപാടിയാണ് അല്ലേ? താഴ്ന്നും മുകളിലും കയറിക്കാം. മതി മതി മതി. ഇങ്ങനെയല്ലേ? ഇത് തമാശയാണെങ്കിലും ഇത് കാര്യമല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ വീട്ടിൽ ബാത്റൂമിൽ ഇരിക്കുക? ഇങ്ങനെയാണോ നമുക്ക് അള്ളാഹിൻ്റെ ഹബീബ് ബാത്റൂമിൽ ഇരിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അള്ളാഹിൻ്റെ ഹബീബ് ഹജ്ജ്, ഉംറ, ദക്കാത്ത്, പള്ളി ഇങ്ങനെ അല്ലെങ്കിൽ മംഗലം കഴിക്കുക ഇങ്ങനെ ഇത് മാത്രമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അല്ലല്ലോ. ഒരാൾ നമുക്ക് അടിക്കണം, എന്തോ ഒരു തെറ്റ് ചെയ്തു, ഇന്ന് അവിടെ അടിക്കണം. എങ്ങനെ അടിക്കണം? ഇന്ന് തുപ്പണം. എവിടെ തുപ്പണം? മുമ്പിൽ ആളുണ്ട് എന്നെങ്ങനെ തുപ്പണം? കുറേ ആളുടെ അടിക്കണം. സലാം പറയുമ്പോൾ എങ്ങനെ സലാം പറയേണ്ടത്? ഒരു സാധനം കൊടുക്കണം, അതെങ്ങനെ കൊടുക്കേണ്ടത്? ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ ഹബീബ് തന്നെയാണ് പഠിപ്പിച്ചു തന്നത്. എന്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിൽ ഇരിക്കേണ്ടത് എങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഒരു മടിയുമില്ല. കാരണം അള്ളാഹിൻ്റെ ഹബീബ് കാണിച്ചിട്ട് പിന്നെ നമുക്ക് കാണിക്കുന്നതിന് എന്താ? നോക്കാം, ശരിക്കും ഇങ്ങോട്ട് നോക്കണേ. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയല്ല കേട്ടാ, ഇങ്ങനെയല്ല ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെയാണ്? ഇങ്ങനെ അയ്യവാ, ഇടത്തെ കാലിൻ്റെ മുകളിൽ ചാരി ഇരിക്കാൻ. ഇങ്ങനെ ആരാ പഠിപ്പിച്ചെത്തല്ലേ? നിങ്ങൾ കക്കൂസിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് അല്ലാണ്ട് ആരാ പഠിപ്പിച്ചിരിക്കുക? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്തില്ല മനുഷ്യന്മാരെ. അപ്പം ഇങ്ങനെ ഈ അടുത്ത കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ചാരിയിരിക്കാൻ. എന്താ ഇങ്ങനെ ചാരിയിരുന്നല്ല ഗുണം? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കടന്നിട്ടോ ഇരുന്നിട്ടോ മരുന്നിട്ടോ എങ്ങനെയായിട്ട് ഞാൻ എൻ്റെ കാര്യം സാധിച്ചാൽ ദീനിന് എന്താ പ്രശ്നം? ഇപ്പം ഇയാളിരുന്ന മാതിരി ഞാൻ എൻ്റെ പേർക്കിരിക്കും. ദീനിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ ബാത്റൂമിനുള്ളിൽ ഒറ്റയ്ക്ക് പോയിട്ടിരിക്കുന്നതിൽ ഒരു മെച്ചം കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ മറ്റെങ്ങനെ ഇരുന്ന് എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? നമുക്ക്. അങ്ങനെ ഇരുന്നതിനാൽ എന്താ പ്രശ്നം എന്ന് പറയുക? വയറ്റിന്ന് ശരിക്കും പോവില്ല. അന്നേരമാണ് എന്തായാലും കാലുവേന, മുട്ടുവേന, നടുവേന, തിരിയൽ, മറിയൽ, ചോദിച്ചൽ ഇങ്ങനത്തെ എല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മലം ശരിക്കും പോവാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇടത് ഭാഗത്ത് ചാരി ഇരിക്കാൻ പറഞ്ഞത്. ഇടത് ഭാഗത്ത് അമർത്താനല്ല കേട്ടോ, ശരിക്കും മനസ്സിലാക്കണം. ഞാൻ മെയ്യത്തിലേക്ക് വരികയാണ്. ഇടത് ഭാഗത്ത് അമർത്താനല്ല പറഞ്ഞത്, ചാരി ഇരിക്കാനാണ്. വെറുതെ ഒന്ന് ചെറുങ്ങനൊന്ന് ചാരി ഇരുന്നാൽ തന്നെ അങ്ങ് പോവും. നമ്മൾ എന്നാക്കലില്ലേ? അതിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്? മെയ്യത്തിന് ചെയ്യുന്നത്. മെയ്യത്തിൻ്റെ വയറിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ ഇടത് ഭാഗത്ത് ഈ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ സോപ്പാക്കാം. കുറച്ച് എന്തിനെന്തെങ്കിലും പ്രത്യേക ഇങ്ങനെ മെല്ലെ, വളരെ മെല്ലെ ഇതിങ്ങനെ ചെയ്താൽ മതി. മെല്ലെ ഇങ്ങനെ ചെയ്യാം. ചില ആൾക്കാരുടെ ഈ മെയ്യത്തിന് അങ്ങനെ കലക്ക സമാവധികൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് അനങ്ങുന്ന പിടിക്കുക, തല പിടിക്കാം. ആ, പൊറോട്ടക്ക് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങൾ ജീവിതത്തിലേക്ക് വാ. ഇടത് ഭാഗത്ത് ചാരി ഇരിക്കാനല്ലേ പറഞ്ഞത്? അമർത്തിയിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്തിനാ അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞറിയോ? റൂഹ് പിടിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനം പോകാൻ സാധ്യതയുണ്ട്.
ചില ആൾക്കാർ പറയാണ്ട് മലമൂത്ര വിസർജനം പോയാൽ അത് മോശം മെയ്യത്താണ്, പോയിട്ടില്ലെങ്കിൽ നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അത് ആ വേദന കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെന്താക്കുക, മെല്ലെ ഇങ്ങനെ വളരെ മെല്ലെ എന്താക്കുക, ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തടവ്, മെല്ലെ തടയുക. ഇത് എന്തിനാ തടവെന്നറിയോ? നമ്മൾ ബാത്റൂമിൽ ഇരുന്നിട്ടാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ആക്കല്ലേ. എന്തിനാ അങ്ങനെ ആക്കുന്നത്? ഉള്ളിലുള്ളത് പോകാനല്ല, പോയത് ഒന്ന് തെറിച്ച് പോകാൻ. ഇല്ല, നമുക്ക് തോന്നി പുറത്തേക്ക് വന്ന് ലാസ്റ്റ് തലക്കടി കൊണ്ട് എന്നാക്കുമ്പോൾ പോകില്ലേ, ആ പുറത്തേക്ക് വന്നതിനെ കളയാനാണ് നമ്മൾ ആ ശബ്ദം ഉണ്ടാക്കുന്നതെങ്കിൽ അത് തന്നെയാണ് നമുക്ക് മെയ്യത്തിന് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ എന്താക്കണ്ട, പുറത്തേക്ക് എടുക്കണ്ട. ആ റൂഹ് പിടിക്കുന്ന സമയത്ത് ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, പുറത്തേക്ക് കളയേണ്ടത്. അതായത് നമ്മൾ വെയ്യ കഫൻ ചെയ്യുന്ന സമയത്ത് ഇറങ്ങി വരാതിരിക്കാൻ എന്തൊക്കെ മെല്ലെ ചെയ്താൽ തന്നെ അതങ്ങ് വന്നോളൂ. ഇങ്ങനെ മെല്ലെ ചെയ്യുക. ഇതിലെന്താക്കാം, ഒരു തുണി അല്ല, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഒരു തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ മെല്ലെ അടുത്തേക്ക് ഇങ്ങനെ ചുറ്റുക. ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. സോപ്പ് ചന്ദ്രിക സോപ്പ് തന്നെ വേണ്ട കേട്ടോ, ഏതെങ്കിലും ഒരു സോപ്പായാൽ മതി. ഇനി ക്ലാസ്സിന് കാണിക്കുമ്പോൾ ചന്ദ്രിക സോപ്പ് തന്നെ അകന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇതിലെന്തൊക്കെ നമ്മൾ വെള്ളയ്ക്ക് കുറച്ച് മെയ്യത്തിൻ്റെ പിന്തുവാരത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ സാധാരണ കഴുകൽ എവിടെയാണോ അവിടെ തന്നെയാണ് മെയ്യത്തിന് ചെയ്യേണ്ടത്. വളരെ ഗൗരവത്തോട് പറയുകയാണ്, ചില സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെയ്യലെന്താണെന്നറിയോ, ബിന്ദുവാരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വിരലുകൾ ഇങ്ങനെ തോണ്ടിയിരിക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തോണ്ടി എടുക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ കയറ്റിട്ടാണ് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ കൈയിട്ടിട്ട് തോണ്ടിയിട്ട് വൃത്തിയാക്കലുണ്ടോ? നമ്മളെവിടെയാ ജീവിതകാലത്ത് ചെയ്യുക? ആ ചന്തിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഭാഗത്തല്ലേ? അത് തന്നെയാണ് മെയ്യത്തിനും ചെയ്യേണ്ടതാ. ഈ ഭാഗത്ത് എന്താക്കുക, ഇങ്ങനെ മെല്ലെ ഭാഗത്ത് നാട് നോക്കുന്നുണ്ടല്ലേ ഉള്ളിൽ, സാറില്ല ഇങ്ങനെ എന്താക്കുക, ആ ഗ്യാപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നോക്കുക. ഇതെന്താ അപ്പോൾ വരാതെ? വണ്ടിക്ക് മുന്തിരിയിലുണ്ടല്ലോ ബ്രെയിനെ അങ്ങനെ. ചില ആക്കളുടെ വിഷമം എന്താ പറയുക, ഇതെന്താ വരാത്തേന്നുള്ളൊരു വിഷമാണ്. വരാത്തോണ്ട് ഒന്നും കൂടി ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. എന്താ വരാത്ത എല്ലാവർക്കും വരൂല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രമേ വൃത്തിയാക്കണ്ടൂ, ഇല്ലെങ്കിൽ വൃത്തിയാക്കിയൊന്നും വേണ്ട. ഉണ്ടാ നോക്കുക, ഉണ്ടെങ്കിൽ എന്താക്കുക, വൃത്തിയാക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ബ്ലഡാണ് വരുന്നതെങ്കിൽ, ബിന്ദുവാരത്തിൻ്റെ ആ ഭാഗത്ത് ബ്ലഡാണ് വരുന്നെങ്കിൽ പിന്നെയും തോണ്ടിക്കൊണ്ട് നിൽക്കണ്ട, അതവിടെ നിർത്തുക. ഇനി മലം നല്ലോണം വരുന്നുണ്ടെങ്കിലോ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ അതവിടെ നിർത്തുക. നമുക്ക് പിന്നീട് ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലുണ്ട് കാണിച്ചത്. നിങ്ങളിപ്പോൾ നജ്സൊന്നും ഇല്ല, പോയി ലൈബ്രറിനെ പോയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണെന്നറിയോ? മുൻഭാഗത്ത് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ചെന്ന് ചില കാര്യങ്ങൾ. എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ. നിങ്ങൾ 40 ദിവസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തുള്ള രോമങ്ങൾ കളയണം. ആരാ അങ്ങനെ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചില്ല? എന്തിനങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ദീനിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. പ്രശ്നമായിരിക്കാം എനിക്ക്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക. ഇതുപോലെ അങ്ങനെ അത് സ്ത്രീകൾ പരമാവധി പെട്ടെന്ന് ചെയ്യണം. എന്തിനാണെന്നറിയോ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഇതെനിക്കിങ്ങനെ നോക്കാൻ പറ്റുമോ? ഇല്ല. ഇയാൾ ബന്ധപ്പെട്ട ഉടനെ മരിച്ചതാണ്, അല്ലെങ്കിൽ ഹൈലുകാരിയാണ്, അല്ലെങ്കിൽ നിഫാസുകാരിയാണ്. ആ ബ്ലഡ് പുറത്തേക്ക് വന്നാൽ, പ്രത്യേകിച്ച് ഹൈലുകാരിയാണെങ്കിൽ ആ ബ്ലഡ് പുറത്ത് വന്നാൽ പെട്ടെന്ന് ഉറക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉടനെ ആണെങ്കിൽ അവിടെ സ്പേം ഉണ്ടാവാം, ബ്ലഡ് ഉണ്ടാവാം, മറ്റുള്ള എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ കുറേ കടന്നുപോയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ പേയ്പിട്ട ആളാണെങ്കിൽ ഇവിടെയൊക്കെ ആ രോമങ്ങൾക്കൊക്കെ എന്തുണ്ടാവും, നജസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെനിക്കിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാൻ ഇതിനൊക്കെ ഉണ്ടാവും നോക്കുക, ഈ 2 വിരലും ഉണ്ടല്ലേ, ഈ വിരലുകൊണ്ടല്ലേ ഇനി നോക്കാൻ പറ്റുള്ളൂ. അയ്യോ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അപ്പോൾ അവിടെ രോമങ്ങളുണ്ട്. അള്ളാഹിൻ്റെ ഇസ്മായിലജി കുറച്ച് ബ്ലഡ് ഉണ്ടെന്നൊന്നല്ല. അപ്പോൾ എന്തായി? പ്രത്യേകിച്ച് സ്ത്രീകൾ ജീവിതകാലത്ത് ഹൈല് ആവാനായാൽ ഏകദേശം ഒരു 5-ാം തീയതി ഹൈലാവാൻ സാധ്യത. നിങ്ങൾക്ക് അറിയാമോ, 5-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഹൈലാവുന്നുണ്ട്. അതിൻ്റെ 2, 3, 4 ഒരാഴ്ച മുമ്പ് എന്താക്കുക, ആ ഭാഗം വളരെ വൃത്തിയാക്കി വെക്കുക. കാരണം ആ സമയത്ത് മരിച്ചു പോയാലും അല്ലെങ്കിൽ നിങ്ങൾ കഴുകുന്ന സമയത്തായാലും രോമങ്ങൾ കൊഴിഞ്ഞു പോവുക, ബുദ്ധിമുട്ടാണ്, പ്രയാസം. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് എന്ത്, വളരെ ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. അത് നമ്മൾ മെയ്യത്തിന് ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, ആ ഭാഗത്ത് ശരിക്കും ഇങ്ങനെ എന്താക്കാം, നന്നായിട്ട് കഴുകാം. ഇനി ഇങ്ങനെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സുന്നത്ത് ചെയ്യുന്ന ആ തൊലീൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെള്ളത്തും. സ്ത്രീകളാണെങ്കിൽ സ്വന്തമായിട്ട് കുളിക്കുമ്പോഴും മെയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ആ 2 സൈഡിലെ തൊളീൻ്റെ ഭാഗത്ത് ഉള്ളിൽ 2 വിരൽ കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കണം. പ്രത്യേകിച്ച്
വലിയ ശുദ്ധി കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ മെൻസസ്സായ സമയത്ത് കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കുമ്പോൾ ഈ ഭാഗം, അതായത് ആ 2 തൊലിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ കേട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നജസ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, അതിൻ്റെ ഉള്ളിൽ നജസ് ഉണ്ടായാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ നജസോടുകൂടി ബന്ധപ്പെടുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ആ ഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ വിഷയം മെയ്യത്താണ്. അങ്ങനെ മെയ്യത്തിൻ്റെ ആ ഭാഗത്ത് നമ്മളിങ്ങനെ ശരിക്കും വൃത്തിയാക്കി, ആ ഭാഗമൊക്കെ വൃത്തിയാക്കി. ബ്ലഡ് വരുന്നുണ്ടല്ലോ, ഇനി ഹൈലുകാരിയാണെങ്കിൽ ചില സമയത്ത് നല്ലോണം ബ്ലഡ് വരാൻ സാധ്യത, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ആണെങ്കിൽ പിന്നെയും അമർത്തിക്കൊണ്ട് നിൽക്കേണ്ട, അത് അവിടെ നിർത്തിയാൽ. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, പ്രസവിച്ച ഉടനെയുള്ള സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയാലും എന്തായാലും, നമ്മൾ ഈ ഭാഗത്ത്, ഈ അടിഭാഗത്ത് ചെയ്യുമ്പോൾ, നോർമൽ ഡെലിവറി ആണെങ്കിൽ ആ ഭാഗത്തൊരു മുറിവിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സ്റ്റിച്ച് ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് വളരെ നോക്കിയിട്ട് മെല്ലെ വേണം ചെയ്യാൻ. വരച്ച് കഴുകാൻ പാടില്ല, സ്കിന്ന് പോവും, തൊലി പോവും, ബ്ലഡ് നല്ലോണം വരാനും സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മളിങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റിക്കർ കാണുന്നു, ഡയറി ചെയ്യുന്ന ഒരു സ്റ്റിക്കറുണ്ട്, ഒന്ന് പർച്ചേസ് മാരേജ് പറ്റുമോ? പറ്റൂല. ഇതാരാ കണ്ടേ? ഇതാരാ കാണുന്നത്? ഞാനല്ലേ ചെയ്യുന്ന, ഞാനല്ലേ? ശ്രമിക്കുന്ന അപ്പുറം നോക്കി, ഇങ്ങോട്ട് മെല്ലെ ആ ഭാഗത്ത് മാത്രം മെല്ലെ ഇങ്ങനെ പറിക്കാം. പിന്നെ ആടെ എന്തോ സ്റ്റിക്കറോ പശയോ ഉണ്ട്. ഇതാരാ ചെയ്യണ്ടേ? നോക്കിയാൽ ശ്രമിക്കുക, ഇതാ ചെയ്യലേ മനുഷ്യൻ്റെ അവസ്ഥ. പ്ലേപ്പിലിട്ടിട്ട് ബ്ലഡെല്ലാം വന്നിട്ട് പറ്റുമോ? ആരാണോ കണ്ടത് ഔറത്തിൻ്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ട ആൾ മാത്രമേ ചെയ്യുക, അടുത്ത ആളെ കൊണ്ട് കാണിക്കരുത്. പിന്നെ അറിയില്ലെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെല്ലെ സ്റ്റിക്കറോ പശയോ അത് പറിക്കേണ്ടതാണെങ്കിൽ പറിക്കുക, അല്ലെങ്കിൽ അവിടെ വെക്കുക. ഇങ്ങനെയാണ് മുൻഭാഗം. അത് ചെയ്യുമ്പോൾ എന്താക്കുക, നമ്മൾ ഈ തൊടേൻ്റെ ഈ ഗുഹ്യസ്ഥാനത്തിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ നേരെ ഒന്ന് ഫുള്ളായിട്ട് തൊടേൻ്റെ ഭാഗം വരെ നന്നായിട്ട് ഒന്ന് കഴുകാം. വെള്ളിച്ചോ, ഇനി വേണമെങ്കിൽ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചാടിക്കോ, കുഴപ്പമൊന്നുമില്ല. കഴുകിയിട്ട് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്ലഡ് ആണ് വന്നുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ അത് വരച്ചുകൊണ്ട് നിൽക്കണ്ട, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ബ്ലഡാണ് വരുന്നത്, നിൽക്കില്ല. ഇനി എന്താ നമ്മൾ അടുത്ത പറഞ്ഞത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും കക്കൂസിലിരിക്കാൻ പഠിച്ചില്ലേ? പഠിച്ചില്ലേ മനുഷ്യന്മാരെ? അയ്യോ, അത് ഗുണം തന്നെ. ഇനി അടുത്തെന്താ? പല്ല് തേക്കണം. പല്ല് തേക്കുമ്പോൾ ഈ മെയ്യത്ത് സ്ഥിരമായിട്ട് ജീവിതകാലത്ത് ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ മതിയോ, അല്ല പുതിയത് വാങ്ങണോ? പഴയ തന്നെ പോരെ? മതിയില്ലേ? എന്താ ചെയ്യുക? ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം പണിയുന്നു. ബ്രഷ് കൊണ്ട് കൊണ്ടെല്ലാം പല്ല് വെച്ച് വരുമെങ്കിൽ മെയ്യത്തിന് ബ്രഷ് കൊണ്ട് പല്ല് തേക്കലുണ്ടോ? പിന്നെ എന്തിനെങ്കിലും പഴയ തന്നെ മതി എന്ന് പറഞ്ഞാൽ ബ്രഷൊന്നും വേണ്ട കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ പുതിയ ബ്രഷും പ്രൈസ്റ്റലും തന്നെ നമുക്ക്. അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങണ്ട ആ ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആരാന്ന്. ഇത് നന്ന ചെറുതേപ്പി. നമ്മൾ പല്ല് തേക്കുമ്പോൾ ബ്രഷും പേസ്റ്റൊന്നും വേണ്ട. നമ്മൾ ഈ ചെറിയ വിരലെന്താക്കുക, ഇതിങ്ങനെ ചുറ്റുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സ്ത്രീകളെ ഭാഗത്ത് വളണ്ടിയേഴ്സൊക്കെ ഉണ്ടാവും. സ്ത്രീകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം നമ്മൾ ഭീകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒന്നും നിങ്ങൾക്ക് തിരിയില്ല. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരൂ, അറിയാത്തതാണെങ്കിൽ പറഞ്ഞുതരില്ല. പിന്നെ ഇനി ചോദിക്കുമ്പോൾ ഇത്ര വരെ കഴിഞ്ഞതേ ചോദിക്കാവൂ. ഇനി വരാൻ പോകുന്നത് ചോദിക്കണ്ട. കഫൻ ചെയ്യുമ്പോൾ കാല് ആദ്യം കെട്ടണോ കൈ ആദ്യം കെട്ടണോ എന്ന് ഇപ്പം ചോദിക്കണ്ട. അത് എന്തായാലും ചോദിച്ചാൽ മതി. എന്തുണ്ടെങ്കിലും ചോദിച്ചോ. നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ടാവും, അവരോട് പറയാം. എന്തുണ്ടെങ്കിലും ചോദിച്ചോ. പല്ല് തേക്കുമ്പോൾ നമ്മൾ ചെയ്യാം. മെയ്യത്തിൻ്റെ കുറച്ച് വെള്ളിക്കാം. നമ്മൾ ഈ പല്ല് തേക്കുമ്പോൾ ചില ഇങ്ങനെ ഈ മഹ്റജിൻ്റെ അങ്ങേ അറ്റത്തിരിക്കണം വയ്ക്കും, വെള്ളിക്കും. ഇങ്ങനെ ഈ വൈകുന്നേരം ഉള്ളിലേക്ക് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉള്ളിൻ്റെ അങ്ങോട്ട് ഉള്ളിൽ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ അവിടെ കിസ്മരാജ് വെപ്പ് പോലെ ഉണ്ടെന്ന് തോന്നില്ലല്ലേ? അല്ലാതെ എന്താക്കല് നോക്കട്ടെ. എന്താ ചെയ്യുക? വെപ്പ് പോലെ ഉണ്ട്, എന്താ ചെയ്യുക? ഇപ്പം എടുക്കണ്ടേ? അല്ല, ഇതപ്പം എടുക്കണ്ടേ? മരിച്ച ഉടനെ ചെയ്യേണ്ടതാണ്, ഇപ്പം ചെയ്യേണ്ടതല്ല. ഞാൻ അന്നേരം ആയാലും ഇനി ഇപ്പം ആയാലും എടുക്കാൻ നോക്കുക. പറ്റുന്നില്ലേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞട്ടങ്ങാറാക്കിയിട്ട് എടുക്കുകയൊന്നും വേണ്ട. പറ്റുന്നതെങ്കിൽ മാത്രം എടുക്കാം. സ്വർണ്ണത്തിൻ്റെ എല്ലാം ആണെങ്കിൽ നമ്മളെ വിളിച്ചാൽ വരും കേട്ടോ സ്മേലേജ്. അപ്പോൾ പല്ല് തേക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇങ്ങനെ അതിന് നല്ല പറഞ്ഞ സ്ഥലത്തൊന്നും ആക്കണ്ട. ചെയ്യേണ്ടത് എവിടെയാണെന്നറിയോ? അങ്ങോട്ടൊക്കെ ചിരിച്ചേ, അങ്ങനെ ചിരിക്കല് ശ്രമിക്കേ വേണ്ട. നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്നൊരു ഭാഗമില്ലേ, അയാൾ ചിരിച്ചാൽ മതി. മാഷാ എന്താ ചിരി, പുഞ്ചിരി പോലും സതയ്ക്കാണെന്ന് പറഞ്ഞ മതല്ലേ നമ്മുടെ മതം. മാഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അപ്പോൾ എവിടെ തേക്കേണ്ടത്? നമ്മൾ കാണുമ്പോൾ
ചിരിക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമില്ല, ആ ഭാഗത്തുണ്ടാക്കാം ഇങ്ങനെ പല്ലിയേക്കാം. പല്ല് വെച്ചിട്ടില്ലേ പറയുന്നേ, കറയിലും കാണും, മിച്ചറിൻ്റെ തോന്നല്ല. ആ കണ്ടോ, ഈ ഭാഗത്താണേ. അല്ലാണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് എന്താക്കണ്ട, മെയ്യത്തിനെ പ്രയാസപ്പെടുത്തണ്ട, ഒന്നും പ്രയാസപ്പെടുത്തരുത് മെയ്യത്തിനെ. അങ്ങനെ ആ ഭാഗത്ത് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. അയ്യോ ഇതാണ് കട. ഇനി അടുത്തത്, ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂക്കിനിടുമ്പോൾ ഈ ചെറിയ വിരലുണ്ടാക്കാൻ നമ്മളിങ്ങനെ ചുറ്റും. എല്ലാ മെയ്യത്തിനും നമ്മൾ ഈ ചെറിയ വിരലിട്ടാൽ പോരാ കേട്ടോ. ചില മെയ്യത്തിൻ്റെ ഈ കല്ലുമ്മ കൈ പോലത്തെ ഇതാ, വലിയ മൂക്കല്ലാണെങ്കിൽ വലിയ ഹോൾസെല്ലാണെങ്കിൽ നമ്മൾ എന്താക്കുക, അതിനനുസരിച്ച് ഇടുക. ചെറിയ മൂക്കാണെങ്കിൽ ചെറിയ വിരലിടുക. എന്നിട്ട് എന്തൊക്കെ നമ്മൾ വെള്ളിക്ക് തുള്ളുന്നുണ്ടോ മെയ്യത്ത്? നമ്മളെന്താക്കുക, കച്ചറ ഉണ്ടെങ്കിലേ വൃത്തിയാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബത്തേ ഇങ്ങനെ കയറ്റിട്ട് ഇങ്ങനെ ആക്കണ്ട. നമ്മൾ നോക്കുമ്പോൾ ഓ കുറച്ച് കച്ചറ ഉണ്ടല്ലോ എങ്കിൽ മാത്രം നമ്മളെന്താക്കുക, ഉള്ളിലിങ്ങനെ വൃത്തിയാക്കുക. ബത്തേ ഇങ്ങനെ മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാക്കണ്ട. അത് മെയ്യത്തിൻ്റെ മൂക്കിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അതിന് ചെറിയ മൂക്കിന് വലിയ വിരലിടരുത്, നോക്കിയിട്ട് മെല്ലെ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ചെവിയാണ്. ആരും നല്ല ചെവി അസർക്ക ഇസ്മായിലാജിലെ നല്ല ചെവി, ഇയാളെ നല്ല ചെവി വാ. അതിൻ്റെ ചങ്ങായി വന്നിട്ട് ഇവർ രണ്ടാളും ഭയങ്കര ചങ്ങായി വന്നിട്ടാ. അച്ഛനും പോകുമ്പോൾ കണ്ടുന്നു അല്ലേ തന്നെ. ഇതാ ഇത്താത്ത ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഇങ്ങോട്ട് നോക്കിയാ. ഇതാ ഇത് ഫർദ് ഐനാണേ, ഇത് മെയ്യത്തിനുള്ളതല്ല. നിങ്ങൾ സ്വന്തമായിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതാ ദൈവം ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങോട്ട് നോക്കിയാ, ഇതിൻ്റെ ഉള്ളിൽ എടാ, ഈ ബോർഡിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ ഒരു പാട്ടിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കണം. സ്മരച്ച് വേണ്ടത് ഒരു പാട്ടിയിൽ വെള്ളം ഇവിടുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷവറിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം എത്തോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ആ ഭാഗത്തൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക. നിങ്ങളാക്കണ്ട കേട്ടോ, നിങ്ങൾ പെർക്കുവേറ്റാക്കിയാൽ മതി. എന്നിട്ട് കൈ നോക്കിയേ, ഉണ്ടോ? ഇത് ഫർദ് ഐനാണ്, നമ്മൾ സ്വന്തമായിട്ട് കുളിക്കും. ഉണ്ടോ? ഇല്ലേ? ഇല്ല. അസർഫൊക്കെ ഒന്ന് നോക്കി പോയിട്ട് ഉണ്ടോ? ഇല്ല. വെറുതെ പറയല്ലേ. നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇവിടെ വെള്ളം ഒഴിച്ചാൽ വെള്ളം എത്തിക്കണം. ഉള്ളിലല്ല, ഇവിടെ പ്രത്യേകിച്ച് എത്തിക്കേണ്ട സ്ഥലമാണിത്. ഒന്നിവിടെ, അത് നമ്മളെന്താക്കുക, ആ ഭാഗം മെയ്യത്തിന് ശരിക്കും നന്നായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഉണ്ടോ? ഈ ഭാഗമാണ് നമ്മൾ ശരിക്കും കുളിക്കുമ്പോൾ, നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. ഇനി പുറത്തെ ഭാഗം നിങ്ങൾ വേറൊരു വിഷയം അറിയാം. എൻ്റെ മെയ്യത്ത് പരിപാടിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അന്ന് എന്തായാലും ഇവൻ്റെ ഭാര്യ വീട്ടിൽ പോയി വേണം. എത്ര നേരം ചെയ്താലും പോകും. കാരണം ഞാൻ നല്ല വൃത്തിക്ക് കുളിപ്പിക്കും, നല്ല മൊഞ്ചായിട്ട് എന്തായാലും പോകും നേരം ചെയ്താൽ. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ രണ്ട് ചെവിയും വൃത്തിയാക്കി റെഡിയായി. അപ്പോൾ എന്തായി, മലമൂത്ര വിസർജനം കഴിഞ്ഞു, മിസ്വാക്ക് കഴിഞ്ഞു, കണ്ണുമുക്കലും വൃത്തിയാക്കി. അടുത്തെന്താ? നിങ്ങളൊന്നും ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ, ഇത് പെട്ടെന്ന് തീരും. നിങ്ങൾക്കൊന്നും സംശയം ഇല്ലാത്തതുകൊണ്ടാണോ അല്ല ചോദിക്കാൻ പേടിച്ചിട്ടാണോ? സാറേ മൈക്ക് വേണോ? കുട്ടികൾക്ക് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുമല്ലോ, എഴുതി കൊടുത്താൽ മതി. പിന്നെ അടുത്തെന്താ? വുളു കൊടുക്കല്ലേ? വുളു കൊടുക്കാൻ വന്നു. ഈ കൂട്ടത്തിൽ സ്വന്തമായിട്ട് വുളു കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധല്ലേ? മെയ്യത്തിന് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? ശ്രദ്ധിക്കുക, മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ് അല്ലേ വെച്ചമാറേ? അയ്യ, ആ മെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? സുന്നത്താണ്. നിയ്യത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ മനഃപൂർവ്വം ആയാലും, ഞാൻ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാണ്ടായാലും നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, സഹീഹാണ്. ഈ കൂട്ടത്തിൽ സ്വന്തമായിട്ട് പുതുവെക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ വരുമോ? ഇത് ഫർദ് ഐനായ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞു മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. മെയ്യത്തിന് പുതു കൊടുത്ത് കൊടുക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? മെയ്യത്തിന് പുതു കൊടുത്ത് കൊടുക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? നിർബന്ധമാണ്, സുന്നത്താണ് അല്ലേ? ശരിയാണ്. മെയ്യത്തിന് പുതു കൊടുത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമല്ല. പക്ഷെ ആ മെയ്യത്തിന് പുതു കൊടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പുതു ശരിയാവണമെങ്കിൽ, പൂർണ്ണമാവണമെങ്കിൽ ആ പുതു ഇനി നിയ്യത്ത് നിർബന്ധമാണ്. തിരിഞ്ഞിട്ടില്ല.
മെയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്, നിയ്യത്ത് സുന്നത്താണ്. കുളിപ്പിക്കുമ്പോൾ മെയ്യത്തിന് വുളു എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സുന്നത്താണ്. പക്ഷെ ആ വുളു ശരിയാവണമെങ്കിൽ, പൂർത്തിയാവണമെങ്കിൽ, അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അതിന് വുളു നിയ്യത്ത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈദുകാരിക്ക് മെയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? വലിയ ശുദ്ധല്ല, ജനാപത്തുകാരനാല് വലിയ ശുദ്ധിയുള്ള ആൾക്ക് മെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മെയ്യത്തിന് വുളു എടുത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിയ്യത്ത് സഹിഹാവാൻ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നിർബന്ധമുണ്ടോ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കിബിലേക്ക് നേരുന്ന് വെള്ളക്കുപ്പായിട്ട് അല്ലാഹുവേ ഞാൻ വുളു കൊടുക്കാൻ പോയാണ്, ഇതാ നിയ്യത്ത്? അല്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂട്ടത്തിൽ പല സ്ത്രീകളുണ്ടാവും, ഹൈലുകാരിയാവാം, പലതാവാം. അവർക്ക് എന്താവണം? രാത്രി ഉറങ്ങുമ്പോൾ ഒരായത്തെക്കുറിച്ച് ഓതണം തോന്നും, അല്ലെങ്കിൽ കുൽഹുവല്ലാഹുവായിരിക്കും, അല്ലെങ്കിൽ ദിക്റായിരിക്കും. അത് നിങ്ങൾ ഓതലില്ലേ? അന്നേരം എന്താക്കലെങ്ങോ വിചാരിക്കലല്ലേ? അകന്നെ നിയ്യത്ത്, അതിൻ്റെപ്പുറം വേറെ അകന്നെയാണ് നിയ്യത്ത്. അപ്പോൾ നിയ്യത്ത് വെച്ച് കൊടുക്കാൻ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള നിബന്ധനയില്ല. നിയ്യത്ത് വെക്കാനോ വെച്ച് കൊടുക്കാനോ. അതുകൊണ്ട് മെയ്യത്തിന് വുളു എടുത്ത് കൊടുക്കുമ്പോൾ വുളു ശരിയാവണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്. ഹൈദുകാരിയായാലും നിഫാസുകാരിയായാലും ജനാപത്തുകാരനായാലും ജനാപത്തുകാരിയായാലും വുളു എടുത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കൊടുക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇനി വുളു എടുക്കാൻ അറിയുന്ന ഒരാൾ വരുമോ? ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പറയാൻ പോകുന്നത് ഫർള് ഐനായ ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് വുളു ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പലയാൾക്കും അറിയില്ല. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരാൾ വരുമോ വുളു ചെയ്യാൻ അറിയുന്ന ഒരാൾ? എന്താ ആരും വരാത്തത്? ആർന്ന് വരുന്നുണ്ടാ? ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോന്നല്ലേ? വരണ്ടെങ്കിൽ വരണ്ടേട്ടാ. അധികം സ്ത്രീകളെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എണീച്ച് നിൽക്കുന്നതാണ്. നിങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് വുളു കൊടുക്കുമ്പോൾ ആരുമില്ല, ആരെങ്കിലും ഉണ്ടാ? ആരുമില്ല. എന്നിട്ട് വുളു കൊടുക്കലാ? അല്ലല്ലോ. എന്നാൽ ഒരാൾ വുളു കൊടുക്കാൻ പഠിച്ച് വരൂലേ? ഉസ്താദ് ഒരാളെ ആക്കുമോ? മാഷാ അല്ലാ, വാ. നിങ്ങൾ നേരത്തെ വിചാരിക്കുന്നത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏകദേശം മയ്യത്ത് കുളിപ്പിക്കുന്ന യൂത്ത് വോയിസിൻ്റെ ഒരാളാണ് വരുന്നത്. സംശു. ഇയാൾ എത്ര നാളെ ഞാൻ കാണാൻ വിചാരിക്കുന്നത്. ഞാനും സംശയവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഉണ്ടാ നിങ്ങൾ എന്നോട് ചിരിക്കുക ചെയ്യാൻ? ഞാൻ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഈ കൊറോണ സമയത്തല്ലോ ഞാൻ ഈ ഭാഗത്ത് വന്നില്ല, ഈ പള്ളിയിൽ വന്നിനാ? ഈ പള്ളിയിൽ മെയ്യത്തടക്കാൻ വന്നിനാമോ? വന്നിട്ടുണ്ടല്ലേ? കൊറോണയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മെയ്യത്തടക്കാൻ. ഉണ്ടോ? നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? മാഷാ അല്ലാ. വുളു കൊടുക്കണേ. നിങ്ങൾ വുളു കൊടുക്കുമ്പോൾ ഹൗലെന്ന് വുളു കൊടുക്കുമ്പോൾ സാധാരണ ഹൗലെന്ന് എങ്ങനെയാണ് വുളു കൊടുക്കുക അതുപോലെ വുളു കൊടുക്കുക. ഇനി ഞാനാ എടുത്തോ. ഇങ്ങോട്ട് ഇല്ല, കുറച്ച് പേർക്ക് എല്ലാവർക്കും കാണണം കേട്ടോ. വുളു കൊടുത്തോ. ഹൗലെന്ന് വുളു കൊടുക്കും പോലെ എടുത്തോ. എല്ലാവരും അവിടെ നോക്കണേ. അല്ല സംസൊക്കെ തുപ്പണ്ട. ഇപ്പം എന്താക്കല്? ഓറമേത്ത് തിരിക്കൂലേ? ബത്തിയാ ഇനിയിപ്പോൾ ഓറമേത്തായിട്ട് ആ മൂക്കൽ ഹസൈനാർക്കാ മോട്ടർ ഇട്ടേ. പുതർച്ചോ. നിങ്ങൾ പുത കൊടുക്കുമ്പോൾ നിങ്ങളപ്പുറം വേറെ ആർക്കും നിൽക്കാൻ കഴിയില്ല അല്ലേ? നിങ്ങൾ പുറക്കം തന്നെ പുതർത്ത് വരുത്തായിരിക്കും അല്ലേ? വീട്ടിൽ നിന്ന് തന്നെ പുതർത്ത് വരുത്താം പള്ളിയിലേക്ക്. ശ്രദ്ധിക്കണേ, പുത കൊടുക്കുന്നത് ശ്രദ്ധിക്കണേ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന മനുഷ്യനാണ്. നിങ്ങൾ ഹെൽപ്പ് ലൈനിലില്ലേ? അല്ലേ? ഉണ്ടാവും. അയ്യവ അങ്ങനെ തന്നെയല്ലേ എപ്പോൾ ആക്കല്? അയ്യവ കാലൊക്കെ കാണാം. കാല് പേർക്കുന്ന കാലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരു 300 രൂപേൻ്റെ മഞ്ച് കൊടുത്തേ. 3ൻ്റെ കൊടുത്താൽ മതിയേ, 5ൻ്റെ കൊടുക്കണ്ട. വായിക്കാം. മയ്യത്തിനോട് സമ്മാനം വാങ്ങുന്ന ആദ്യത്തെ വെച്ച അല്ലേ? വരാൻ എന്താ ചെയ്യാം? അത് വ്യത്യാസം ഉണ്ടാവേ. ഞാൻ ക്ലോസ് ചെയ്യിക്കുന്നുണ്ടേ. ബാ ശ്രദ്ധിക്കണേ. ഈ വുളു ശരിയാണോ? ഈ വുളു ശരിയാണോ? എന്താരും പറയാത്ത ആണ്. ചിലയൊക്കെ പറയാൻ പേടിയുണ്ട്. നിങ്ങൾ പള്ളി പ്രസിഡന്റ് ഒന്നല്ലല്ലോ? അല്ല. വാ
നമ്മൾ സാധാരണ വുളു കൊടുക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചത്. നമ്മൾ ആദ്യം തെറ്റ് കാണണം, എന്നിട്ട് ശരി മനസ്സിലാവും. നമ്മൾ ഉസ്താദുമാർക്കെല്ലാം ദേഷ്യം പിടിക്കുന്ന ഒരു വുളുവാണ്. ചില ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനല്ലേ ഉസ്താദ് വുളു കൊടുക്കൽ? ഉസ്താദ് പറ അല്ലേ? നമ്മൾ പല ഹൗദിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണൽ. ഇങ്ങനെയാണോ വുളു ചെയ്യേണ്ടത്? ഓക്കെ, വുളുവിൻ്റെ ഫർളായ അവയവങ്ങൾ എത്രയാണ് അറിയാം? വുളുവിൻ്റെ ഫർളായ അവയവങ്ങൾ എത്രയാണെന്ന് അറിയാം? ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. വുളു ആണ്. നമ്മൾ എല്ലാ ദിവസവും നിസ്കാരം ശരിയാവണമെങ്കിൽ വുളു ശരിയാവുന്നുണ്ട്. തമാശയാണെങ്കിലും അതിൽ കാര്യമുണ്ട് കേട്ടോ. വുളുവിൻ്റെ ഫർളായ അവയവങ്ങൾ എത്രയാണ്? ഫർളായ അവയവങ്ങൾ എത്ര ഇതാ അല്ല വെച്ചമാർ നിങ്ങൾ വുളു കൊടുക്കലില്ലേ? ആദ്യം വുളുവിൻ്റെ ക്ലാസ് എടുക്കേണ്ടി തോന്നും. വുളുവിൻ്റെ ഫർളായ അവയവങ്ങൾ 4ആണ്. ഒന്ന്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട്. ഒന്ന്, മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടി എല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറു ചെവിക്കുറ്റി വരെയും വെള്ളം കൊണ്ട് എന്താക്കലാണ്? കഴുകലാണോ തടവലാണോ? കഴുകുക അല്ലെങ്കിൽ വെള്ളം ഒലിപ്പിക്കുക. അങ്ങനെ തന്നെയല്ലേ? ഈ ഫുള്ള് സ്ഥലത്ത് ഇവിടുന്ന് മുതൽ ഇങ്ങനെ ഈ എല്ലാ ഭാഗത്തും വെള്ളം ഒലിപ്പിക്കുക അല്ലെങ്കിൽ കഴുകുക, വെള്ളം എത്തിക്കുക, തടവലല്ലേ? 2, കൈ രണ്ടും മുട്ടുവരെയല്ല മുട്ടുൾപ്പെടെ കഴുകൽ അല്ലെങ്കിൽ വെള്ളം ഒലിപ്പിക്കൽ. 3, തല അല്പം തടവൽ. 4, കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകൽ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നൊരു വുളുവുണ്ടല്ലോ, അതിൽ നമ്മൾ മുഖം തടവേ ചെയ്യുന്നു. നോക്കണം ശരിക്കും നിങ്ങൾ. വെള്ളം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയാണ് കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ വെള്ളം തീർന്നു. പിന്നെ ഞാൻ എൻ്റെ കൈയാണ് എന്താക്കുന്നത്? മുകളിലേക്ക് പോകുന്നത് അല്ലേ? ഈ വെള്ളം ഇവിടെ എടുത്തു. ഇവിടെ കൊണ്ട വെള്ളം ഇവിടെയല്ലേ ആവുന്നുള്ളൂ. ഇതാണോ മുഖം? ഇതല്ലല്ലോ മുഖം. മുഖം തന്നെ എന്താ? ഇവിടെയല്ലേ? അപ്പം ഇവിടെ നമ്മൾ തടവല്ലേ? ഇതാ നോക്കിയതാ, ഈ ഭാഗത്ത് നമ്മൾ വെള്ളമില്ലാത്ത കൈ കൊണ്ട് തടവുകയാണ് ചെയ്യുന്നത്. തടവലല്ലല്ലോ, കഴുകലല്ലേ? അതിനെന്ത് വേണം? ഈ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകണം, എന്നാലേ ശരിയാവും. അതല്ലാതെ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. വെള്ളം എടുക്കുക, എന്നിട്ട് മുടി മുളക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെ ഒഴിച്ചു വരും. ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ തീർന്നു, ഇവിടെ തടവലാണ്. തടവലല്ല, കഴുകലാണ്, ഒലിപ്പിക്കലാണ്. ഒരിക്കൽ ചെയ്ത് രണ്ടാമത്തെ ഇനി താടിയിലുണ്ടെങ്കിൽ അതിലൊന്ന് വൃത്തിയാക്കുക, ലെവലാക്കുക. ഇനി കൈ, ചില ആൾക്കാർ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി ഇവിടെ വെള്ളം തീർന്നു, പിന്നെ നമ്മളിതാ ഇങ്ങനെ തടവ ഇതാ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ആക്കിയിട്ടാണ് ചില ആൾ പൊക്കിയത് ഇങ്ങനെ. അപ്പം ഈ ഭാഗത്തേക്ക് നമ്മൾ തടവേ ചെയ്യുന്നത്. ഇവിടെ വെള്ളം എത്തി, ഇവിടെ ഇങ്ങനെ തടവും. തടവലല്ല, കഴുകലാണ്, ഒലിപ്പിക്കലാണ്. ഇതാ ഒന്നിങ്ങനെ പിടിക്കാം. അതിനുശേഷം എന്താക്കുക? അയ്യോ ഇപ്പുറത്തെയോ ആയി. പിന്നെ തല അല്പം തടവ്. രണ്ടാഴ്ച മുമ്പ് ഒരു ഹനഫി മദ്ഹബുള്ള സ്ഥലത്ത് പോയി. ഫുള്ള് ഹനഫിയാണ്. എന്താ ചെയ്യുക? അവസാനം നമ്മൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഷാഫി മദ്ഹബ് പ്രകാരം ഉള്ളതാണ് പറയാ. ചില ആൾക്കാർ ഫുള്ളായിട്ട് തടവണമെന്ന് പറയും. ചില ആൾക്കാർ അത് തല തടവി അതിനെ കൊണ്ട് തന്നെ ചെവിയും തടവിയാൽ മതി എന്ന് പറയും. നമ്മൾ പഠിച്ചത് എന്താ? തല അല്പം തടവിയാൽ മതി. പക്ഷെ നമ്മൾ തടവുന്നുണ്ടല്ലോ, അല്പം തടവരുത്, പൂർണ്ണമായിട്ട് തന്നെ തടവാൻ വേണ്ടി. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ വുളുവിൻ്റെ സ്ഥലങ്ങളുണ്ടല്ലോ, വുളു എടുക്കുന്ന സ്ഥലങ്ങൾ നാളെ മഹ്ശറിലെത്തിക്കാൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതാണ്. നല്ല വെളുത്ത് സുന്ദരനായിട്ട് നല്ല പ്രകാശം ഉണ്ടാവും. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുന്ന ആളെങ്കിലോ ഇവിടെ മാത്രം വെളുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ പരമാവധി കയറ്റി കഴുകുക, കൈ കഴുകുമ്പോൾ പരമാവധി കയറ്റി കഴുകുക, തല തടവുമ്പോൾ പൂർണ്ണമായിട്ടും തടവാൻ വേണ്ടി ശ്രമിക്കുക. നിർബന്ധം കുറച്ചേ ഉള്ളൂ. പിന്നെ കാല് കഴുകുമ്പോൾ ഉസ്താദേ എല്ലാ അതാവ്
ചില ആൾക്കാർ കാല് കകുമ്പോൾ ഇതിലിങ്ങനെ വെള്ളയിച്ച് എന്നിട്ടിങ്ങനെ അരച്ച് എന്നിട്ടിങ്ങനെ വെച്ച് എന്നിട്ട് ആദ്യം വെച്ച് എന്നിട്ട് ഇവിടെ വെച്ച് ഇത് ലാസ്റ്റ് ഒരയിക്കണം താമസിക്കണം. ഹലോ സാറേ, ഇങ്ങനെ നമ്മൾ കാല് കണ്ടി അല്ല, ഒന്നുകിൽ എന്താക്കുക, വുളു എടുക്കുന്നതിന് മുമ്പ് തന്നെ 2 കാലും വൃത്തിയാക്കുക. അതല്ലെങ്കിൽ വുളു എടുക്കുമ്പോഴാണെങ്കിലും ആദ്യം ഒരു കാലിൻ്റെ മുകളിൽ വെള്ളയിക്കുക, എന്നിട്ട് ആ കാലിൻ്റെ പണി തീർക്കുക. അതെന്തൊക്കെ അതിനും കച്ചറ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല